ആശ്രമത്തിൽ നിന്ന് റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിൽ ചെന്നപ്പം പറഞ്ഞ് പിന്നെ IC കയറ്റേണ്ട പേഷ്യൻസ് ആണ്. അവർ IC കയറ്റിയില്ല, IC ബെഡില്ലെന്ന്. 4-ാം വാർഡിൽ കൊണ്ടുവന്ന് നിലത്ത് പായിട്ട് കിടത്തിയിരുന്ന് ശരി ഓക്കെ, എന്നാലും നമ്മൾ പെട്ടെന്ന് നിങ്ങൾ മെഡിസിൻ ഇല്ല. അവർ പെട്ടെന്ന് ബ്ലഡ് എടുത്ത് ചെക്ക് ചെയ്യാൻ വിടുന്നു. ആ ബ്ലഡിൻ്റെ റിസൾട്ട് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമ്മ സമാധാനപ്പെട്, ഞങ്ങൾ ബാക്കിയുള്ളവരെയും കൂടെയൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ നോക്കിക്കോളാം, വെയിറ്റ് ചെയ്യുന്നാണ് അവർ പറയുന്നത്. അവർ മൈൻഡ് ചെയ്യുന്നില്ല, വെയിറ്റ് ചെയ്യ്, ഇത്രയും പേര് കിടക്കുന്നത്. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്, അവർ പറയുന്നതാ. ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ബാക്കിയുള്ളവരെല്ലാം നോക്കി ഈ സിസ്റ്റർ മരുന്ന് എടുത്ത് വരും. ആ മരുന്ന് കൊടുത്ത് ഇങ്ങനെ കറങ്ങി ചുറ്റി വരുമ്പോഴേ കൊടുക്കാൻ പറ്റത്തോളെന്ന് അങ്ങനെയാ പറയുന്നത്. പിന്നെ മൂത്ത കുട്ടിയുടെ സ്ഥിതി വളരെ മോശം, വായിക്കൂടെ ബ്ലഡ് വന്നപ്പോഴാണ് അവർ പറഞ്ഞ IC മാറ്റണമെന്ന്. അന്നേരം പറഞ്ഞത് IC കയറ്റണമെന്ന്, വെന്റിലേറ്ററിൽ കയറ്റണം. അതുവരെ അവർ നല്ല ചികിത്സയൊന്നും അല്ല ചെയ്തത്. ഇല്ല സാർ, ഞാനതൊക്കെ അവരെ കാല് പിടിച്ച് പറഞ്ഞ് എൻ്റെ മക്കളെ അപ്പോഴാ അവർ വിചാരിച്ചാൽ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ അവരന്നേരമൊക്കെ പറഞ്ഞ് ഇതേ പോയിന്റ് തന്നെയാണ് പറഞ്ഞത്, നിങ്ങൾ സമാധാനപ്പെടും എന്ന് പറയുന്നതല്ല. ഞാൻ നിന്നിട്ടും മറ്റുള്ള രോഗികൾ ഇവർ കൊണ്ടുപോയി മരുന്നുകൾ കൊടുക്കുമ്പോഴെല്ലാം ഞാൻ പറയും, സാറേ എൻ്റെ മക്കൾ ഇതോ കിടക്കുന്നു ഛർദ്ദിക്കുന്നു സാറേ, എന്തെങ്കിലും ഒരു ചികിത്സ നിങ്ങൾ അവർക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പോലും അവർ ചെയ്തില്ല. സാറേ, എൻ്റെ മക്കൾ അവർക്കൊരു ചികിത്സ കൂടി, അവരെ ഒന്ന് നോക്ക് സാറേ. ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഞങ്ങൾ ഗുളിക തരാം. ഞാൻ പിതാവായ ഞാൻ ജനിപ്പിച്ച മക്കളെ ഞാൻ എൻ്റെ ഓരോ ഇത് തന്നെ എന്നെ പറഞ്ഞു വിടുന്നതല്ലാതെ എൻ്റെ മക്കളെ അവരൊരു ചികിത്സ MP മുന്നിലിരിക്കുന്ന MPയോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു എന്താ ഉണ്ടായതെന്ന് പറയാം സാറേ. അവര് ചികിത്സ ഞങ്ങൾക്ക് കിട്ടില്ല, അവരുടെ ചികിത്സ ഇതിലെ ഉപേക്ഷക്കുറ്റം കൊണ്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ 16-ാം തീയതി അല്ലേ, 16-ലെ ആശ്രമത്തിൽ നിന്നാണ് അങ്ങോട്ട് 2 ആഴ്ച MP അവിടെ കിടക്കാൻ മെഡിക്കൽ കോളേജിൽ കിടക്കാൻ സ്ഥലമില്ല. അല്ലല്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ട് കിടക്കാൻ സ്ഥലമില്ലാഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് കാശ് ചെലവാക്കി വെളിയിൽ പോയി ഒരു വാങ്ങിച്ചു കൊണ്ടുവന്ന് നിലത്തിട്ട് 2 ദിവസത്തിലധികമായി തുടർച്ചയായിട്ട് അവസാനം വന്നപ്പം ഛർദിൽ വന്ന് ഇവർ ഡോക്ടർമാരെ ഓടിച്ചെന്ന് വിളിക്കുകയാണ്. ഒരു ഡോക്ടറും തിരിഞ്ഞു നോക്കിയില്ല. അതിനുശേഷം ഛർദിച്ച് ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന സാഹചര്യം വന്നു. പുള്ളി തന്നെ എടുത്ത് സ്ട്രക്ചറിൽ കയറ്റി അപ്പോഴാണ് ICUയിലോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ വയ്യാത്തൊരു കുട്ടി എന്റെ അടുത്തിരിപ്പുണ്ട്. 19-ഉം 17-ഉം വയസ്സ്. ഒന്ന് മെഡിക്കൽ എൻട്രൻസിന് പഠിപ്പിക്കുന്നു, ഒരാള് PSC ടെസ്റ്റ് പോലീസിന്റെ ഇതില്. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് ആരും ശ്രദ്ധിച്ചില്ല സാർ, ശ്രദ്ധിച്ചില്ല. അവരുടെ ഇതുകൊണ്ടാണ് നമുക്ക് പറ്റിയത്. മൂന്നാമത്തെ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ നിന്ന് റെഫർ ചെയ്ത് പേടിച്ച് ഇവിടുത്തെ സ്വകാര്യ ആശുപത്രിയിൽ മെഡിസിറ്റിയിലുണ്ട്. മരിച്ചു. ഒരു ദിവസം ഇന്നലെ ഒരു കുട്ടി മരിച്ചു. അതിന് തൊട്ട് തലേ ദിവസം മൂത്ത കുട്ടി മരിച്ചു. 19 വയസ്സുള്ള കുട്ടി, 17 വയസ്സ്. പുള്ളിക്ക് ഇവർക്കൊന്നും വരുമാന മാർഗമോ കാര്യങ്ങളൊന്നുമില്ല. പുള്ളി ചെണ്ട കുട്ടിയെ പിന്നെ അതിൽ നിന്ന് കിട്ടുന്നുള്ള വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. ആരോഗ്യവകുപ്പ് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഹെൽത്ത് പിന്നെ PHC ഇത് ഫാമിലി ഹെൽത്ത് സെന്ററാ തൊട്ടടുത്ത്. മോന് വയ്യെന്ന് പറഞ്ഞപ്പോഴേ അവര് പറയുന്നത് റിപ്പോർട്ട് അയച്ചു കൊടുക്കാൻ. റിപ്പോർട്ട് അയച്ച് അപ്പൊ മോന് വയ്യെന്ന് അറിഞ്ഞപ്പോഴെങ്കിലും അവര് മറ്റേ 2 കുട്ടികളെ ഇവിടെ നിന്ന് മാറാൻ അവർ പറഞ്ഞില്ല. ഹെൽത്തിൽ നിന്ന് ആളുകൾക്ക് ഇവിടെ മഞ്ഞപ്പിത്തം ഉള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയ തോട മൊത്തം വൃത്തിഹീനമായിട്ടുള്ളതാണ്.